ആശ്വാസം എന്റെ മോനിന്റെ അടുത്തുണ്ടല്ലോന്നാ ഇപ്പൊ എന്തോ ആ ബന്ധം മുറിഞ്ഞതുപോലെ തോന്നുന്നു. എന്റെ മനസ്സിൽ നിന്ന് ആരും പറയുന്ന പോലെ ഒരു തോന്നല് അവൻ എന്തോ കുഴപ്പം വന്നു. അടങ്ങാത്ത പ്രതികാരം പണിയായെന്നാ തോന്നുന്നു. അവൻ തീർന്നു സാർ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രൊമോല് നന്ദൻ ഭയങ്കര ശോകത്തിലാണ്. അവന് ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തന്റെ ജീവൻ തന്നെ ആപത്തിലാകും എന്ന് നമ്മുടെ നന്ദന് നല്ലോണം അറിയാം അല്ലെ. അപ്പൊ ഫുൾ ടൈം ഇങ്ങനെ ഭയങ്കര തീതിന്നാട്ടോ നമ്മുടെ നന്ദൻ പോയിക്കൊണ്ടിരിക്കുന്നേ. അപ്പുറത്ത് അരുന്ധതിയാണെങ്കിൽ സി പിനോട് പറയുന്നുണ്ട്, ഇല്ല CP, എന്റെ മകൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്റെ മനസ്സ് നല്ലോണം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്രയും ദിവസം മാറി നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അരുന്ധതി കരച്ചിലായിട്ടോ ഏകദേശം. അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ കിരൺ ആ ഒരു ഋഷി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ കൂട്ടാളികൾ പറയുന്നുണ്ട്, ആ പയ്യൻ മരിച്ചു സാറേ എന്ന് പറയുകയാണ്. അപ്പൊ ഈ വിവരം കിരൺ നമ്മുടെ നന്ദനെ വിളിച്ചു പറയുന്നുണ്ട്, നന്ദ അവൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ നന്ദൻ സമനില തെറ്റുപോലെ ഭയങ്കര ഞെട്ടലാട്ടോ. പിന്നെ നന്ദൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ വേറൊരു ലോകത്തിരിക്കുന്ന പോലെ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനും ദേവികയും പ്രഭാവതിയൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനിങ്ങനെ ഇരിക്കുന്നേ, ഋഷിയുടെ കാര്യം ആലോചിച്ചാണോ? അവനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഋഷി മരിച്ചു കഴിഞ്ഞ കാര്യം നന്ദന് മാത്രമല്ലേ അറിയത്തുള്ളൂ അല്ലെ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.